വരുന്നതിന് മുൻപ് ഞങ്ങൾ 5 പേര് ഒരു റൂമിൽ താമസിച്ച് പല പല കമ്പനികളിലായിട്ട് ജോലിക്ക് പോകും. തിരുപ്പൂർ ജോലിക്ക് പോയവർ ആരെങ്കിലും ഉണ്ടാവും? ഒന്ന് കേൾക്കാമോ? അറിയാം. ഓക്കെ. അപ്പൊ അവരോട് ചോദിച്ചാൽ അറിയാം. തിരുപ്പൂരിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് പരമാവധി ആൾക്കാരെ വിളിച്ച് കയറ്റും. എന്തിനറിയോ? ഈ വാടക ഷെയർ കുറയുമല്ലോ. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു റൂമാണ്. റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ക്ക് 10 അളവറിയാലോ. അങ്ങനെ ഒരു 10ക്ക് 10 റൂമില് ഞങ്ങൾ 5 പേര് താമസിക്കും. ഒരേ സമയം ഈ 5 പേർക്കും അവിടെ കിടക്കാൻ പറ്റില്ല. രാത്രിയൊക്കെ ഞങ്ങളുടെ കിച്ചൺ അതാണ്, ഞങ്ങളുടെ ബെഡ്റൂം അതാണ്, ഞങ്ങളുടെ ഹാൾ അതാണ്, ഞങ്ങളുടെ സിറ്റ് ഔട്ട് അതാണ്, ഞങ്ങളുടെ സകലതും ആ 10ക്ക് 10 റൂമാണ്. ടോയ്ലറ്റ് മാത്രം കോമൺ ടോയ്ലറ്റ്. ആ സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് മൈ ലൈഫ് സ്റ്റൈൽ ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ട് കേൾക്കണം. എനിക്ക് ആദ്യമായിട്ട് എന്നോട് ഈ ബിസിനസ് പറഞ്ഞ സമയത്ത് ഞാനത് തള്ളിക്കളഞ്ഞിട്ട് വന്ന ആളാണ്. പിന്നീട് എന്റെ ജ്യേഷ്ഠൻ ഡിസ്ട്രിബ്യൂട്ടറായി അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോടെ ജ്യേഷ്ഠൻ ഞങ്ങളുടെ റൂമിൽ വന്ന് പറയാണ്, ഇതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് വന്നിട്ടുണ്ട്, ഇനി ഫ്യൂച്ചറിൽ ഈ ബിസിനസ് ആയിരിക്കും ലോകം മുഴുവൻ നടക്കുക, നമ്മൾ ഈ ബിസിനസ് എടുത്ത് ചെയ്താലോ എന്ന്. ആ സമയത്ത് ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ കാശില്ല. ജ്യേഷ്ഠൻ ഡിസ്ട്രിബ്യൂട്ടറായി. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞു, 2 പേര്. അങ്ങനെ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ വേണ്ടി പ്ലാൻ ചെയ്ത്, പൈസ വേണമല്ലോ, ഈ സാധനമാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത്. അപ്പൊ കുറെ പേരോട് അന്വേഷിച്ച് നടന്നു ഡിസ്ട്രിബ്യൂട്ടർ ആവാനുള്ള പൈസ. മൊത്തത്തിൽ എനിക്ക് 1000 രൂപ തിരുപ്പൂരിൽ നിന്നും കുറെ പേര് കടം തന്നു. അതിന് കൂടുതൽ കടം തരാൻ ആളില്ല. അപ്പോഴും ഡിസ്ട്രിബ്യൂട്ടർ ആവാനുള്ള പേയ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് നേരെ നാട്ടിലോട്ട് പോകുന്നു. ഇവിടെ വന്നു ബന്ധുക്കളുണ്ടല്ലോ, എല്ലാവരോടും ചോദിച്ച് സഹായം വാങ്ങി ബിസിനസ്സിൽ വരാമെന്ന് പറഞ്ഞ് നാട്ടിലോട്ട് വന്നു. ഒരു സത്യം പറയട്ടെ, എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ തിരിച്ചറിവുകൾ തന്ന ദിവസങ്ങളായിരുന്നു അത്. കാരണം ഞാൻ ഇവിടെ വന്ന് കാണാത്ത ബന്ധുക്കളില്ല. എല്ലാവരുടെ വാതിലും മുട്ടി. എന്റെ വീട്ടിലില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ വാതിലും മുട്ടി. ചാക്ക് കണക്കിന് കിട്ടി. എന്താ അറിയോ? ഉപദേശങ്ങൾ. ചാക്ക് കണക്കിന് ഉപദേശങ്ങൾ കിട്ടി. പക്ഷേ പൈസ തന്ന് സഹായിച്ചിട്ട് രക്ഷപ്പെടുവാണെങ്കിൽ നീ രക്ഷപ്പെട്ടോന്ന് എന്നെ സഹായിക്കാൻ ഒരാളും ഉണ്ടായില്ല. അന്ന് വരെ എന്റെ കുടുംബത്തിൽ എന്തൊരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിലും എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ നിൽക്കുന്ന ആളാണ്. തലേ ദിവസം പോകും, എല്ലാ പണിയും ചെയ്യും. പിറ്റേ ദിവസം ആൾക്കാർ ഭക്ഷണം കഴിച്ച് പാത്തടക്കം കഴുകി വെച്ചിട്ടാണ് ഞാൻ വരിക. ഒരു ധൈര്യമായിരുന്നു നമുക്ക് എല്ലാവരും ഉണ്ടെന്ന്. പക്ഷെ ഒരാവശ്യത്തിനായിട്ട് പോയപ്പോ മനസ്സിലാക്കി, കയ്യിൽ കാശുള്ളവരെ ഈ ഭൂമിയിൽ വിലയുള്ളൂ. അതാരാണെങ്കിലും ശരി, അതാരാണെങ്കിലും ശരി, സ്വന്തം അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ, മക്കള് ആരായിക്കോട്ടെ, കയ്യിൽ കാശുള്ളവരെ വിലയുള്ളൂ. അത് ഞാൻ 23-ാമത്തെ വയസ്സിൽ മനസ്സിലാക്കിയ ആളാണ്. 23-ാമത്തെ വയസ്സിൽ പറയുമ്പോഴൊക്കെ പറയും, അതങ്ങനെ ഒന്നല്ലല്ലോ, ഒരു അമ്മയ്ക്ക് 5 മക്കളുണ്ടെങ്കിൽ 5 ഒരുപോലല്ലേ? അല്ല. ഈ 5 ആരാണോ കൂടുതൽ കാശ് കൊടുക്കണം ആ മകനോട് ചെറിയ സ്നേഹം ആ അമ്മയ്ക്ക് തോന്നും. അതാണ് സത്യം. അതാണ് ഈ ലോകം. നേരെ തിരുപ്പൂരിൽ പോയി ബിസിനസ് ചെയ്തേ പറ്റുമെന്നുള്ള തീരുമാനം ഞാൻ സ്ട്രോങ് ആയിട്ട് എടുത്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായി നോക്കിയ സമയത്ത് എൻ്റെ ഒരു കുടുക്കുണ്ടായിരുന്നു, പൈസ ഇട്ട് വയ്ക്കുന്ന കുടുക്ക. എന്റെ കുടുക്ക പൊട്ടിച്ച് എണ്ണിയ സമയത്തും എനിക്ക് മുഴുവൻ പൈസ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ റൂമിൽ എന്റെ കൂട്ടുകാരനും അവനും കുടുക്ക പൊട്ടിച്ചെണ്ണാണ്. 2 പേരിലും കൂടെ ചേർക്കുമ്പോഴും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവാനുള്ള പണമാവില്ല. അപ്പൊ ഞങ്ങൾ 2 പേര് തീരുമാനിച്ചു, നമുക്ക് തനിയെ ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, 2 പേരും കൂടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് സമ്പാദിക്കുകയാണെങ്കിൽ ആ സമയത്ത് പിന്നീട് നോക്കാന്ന് പറഞ്ഞ് എന്റെ പേര് മനോജ്, അദ്ദേഹത്തിന്റെ പേര് രാജേഷ്, രാജ് എന്നുള്ള പേരിൽ 16/5/2003 ആ ദിവസം എന്റെ ലൈഫിൽ മരിച്ചാലും എന്റെ മക്കൾ പോലും മറക്കാത്ത ദിവസമാണ് ഈ ബിസിനസ്സിലെ ആവേശമായിരുന്നു ആ സമയത്ത്. കാരണം കുറെ പേര് ബിസിനസ്സിൽ വരാനുണ്ട്. എന്റെ ബനിയൻ കമ്പനിയിൽ മൊത്തം 42 പേര് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എന്റെ പ്ലാനിങ് എന്താ അറിയാമോ? ഡിസ്ട്രിബ്യൂട്ടറായ അന്ന് മുതൽ ഉറക്കില്ല, പട്ടവയ്യ പോലെ പിന്നെ പരിപാടി. കാരണം എന്റെ പ്ലാനിങ് മുഴുവൻ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നു. എന്റെ ഒരു സൈഡ് മുഴുവൻ ബനിയൻ കമ്പനി, ഈ സൈഡ് മുഴുവൻ ഫ്രണ്ട്സ്, ബന്ധുക്കള്. അപ്പൊ എല്ലാവരും കൂടെ ഇവിടെ ഒരു 10 ലക്ഷം ബിസിനസ്, ഇവിടെ ഒരു 10 ലക്ഷം ബിസിനസ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 1,20,000 രൂപ കിട്ടും.
അപ്പൊ 10 ലക്ഷം PV, 10 ലക്ഷം PV, എനിക്ക് 1 ലക്ഷം രൂപ വരുമാനം വരുന്നതൊക്കെ സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കും, എനിക്ക് 1 ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൂട്ടുകാരൻ രാജേഷ് അപ്പൊ തന്നെ കിടത്തന്നെ, ഒരാളെ പോലും ബിസിനസ് കൊണ്ടുവന്നിട്ടില്ല, അതിലേക്ക് അവിടെ 10 ലക്ഷം ഉറങ്ങിയിട്ടേ ഇല്ല. ആരും ബിസിനസ് അങ്ങനെ ഉറക്കാൻ വരാത്തവരാരെങ്കിലും ഉണ്ടാകും? 2 ടൈപ്പിൽ ഉറക്കം വരില്ല കേട്ടാ. ഒരു ടൈപ്പ് ബിസിനസ്സിൽ വന്ന് ഞാൻ എന്തൊക്കെ ചെയ്യും, എങ്ങനെ അച്ചീവ് ചെയ്യും, എങ്ങനെയൊക്കെ ഡ്രീം ഫുൾഫിൽ ചെയ്യാന്ന് പറഞ്ഞ് ഒരു കാറ്റഗറി ഉറങ്ങില്ല. ഈ വേറൊരു കാറ്റഗറി ഉണ്ട്, ഇപ്പൊ കൊടുത്ത പൈസ പോകുമോ ഭഗവാനെ, എന്നെങ്ങാനും പറ്റിച്ചിട്ട് പോകുന്നുള്ള പേടിയിൽ ഉറക്കം വരാത്ത ഗ്രൂപ്പുണ്ട്. ഞാൻ ആദ്യത്തെ ഗ്രൂപ്പായിരുന്നു. ഇത് പറഞ്ഞപ്പോഴാണ്, ഞാൻ തമിഴ്നാട്ടിലൊരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പോയപ്പോ ഒരാള് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചു, സാർ എനിക്കൊരു സീക്രട്ട് അറിയണം, പറയൂ. ഞാൻ ഈ ബിസിനസ്സിൽ കുറച്ച് പൈസ ഇട്ടു, ഇതെനിക്ക് പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും വഴിയായിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര ഇട്ടു? ഞാൻ 10,000 ഇട്ടു, പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ. ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടാവോ? ഇല്ല. തനിയെ വിളിച്ചിട്ട് പോയിട്ട് ഞാൻ സീക്രട്ട് പറഞ്ഞു. അത് പറഞ്ഞ ശേഷം അദ്ദേഹം ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്തു. ഇന്നൊരു കോടീശ്വരനാണ്. ഞാൻ പറഞ്ഞ മറുപടി ആരെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? ഇട്ട പൈസ ഇപ്പൊ എങ്ങനെ കിട്ടുക? ആ ടെൻഷനിൽ ആരെങ്കിലും ഉണ്ടാ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപോക്ക് നോക്കട്ടെ, ഞാൻ ആ സീക്രട്ട് നിങ്ങൾക്കും പറഞ്ഞുതരാം. കുറച്ചു പേരെയുള്ളൂ. ഇട്ട പൈസ എടുക്കാനുള്ള എളുപ്പ വഴി പറയണോ? സൗണ്ട് ഇല്ല, പറയണോ? ഇട്ട പണം എടുക്കാനുള്ള എളുപ്പ വഴി അത് ഇടാതെ ഇരിക്കലായിരുന്നു. അതല്ലേ ഏറ്റവും എളുപ്പ വഴി. ഞാൻ തനിയെ വിളിച്ചിട്ട് പോയി പറഞ്ഞതാ, ചേട്ടാ ഇട്ട പണം വേഗം എടുക്കാനുള്ള എളുപ്പ വഴി ഇടാതിരിക്കലായിരുന്നു. പക്ഷെ നമ്മൾ ആ പാർട്ട് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ബിസിനസ് ചെയ്ത് സക്സസ് ചെയ്ത് നമ്മൾ കാണിക്കണം. അതല്ലേ ചെയ്യുന്നത്? നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും, ഞാൻ ഇതാ സപ്പോർട്ട് എന്ന് പറഞ്ഞു. ഇന്നൊരു കോടീശ്വരനാ പുള്ളി, ഞാൻ എപ്പോഴും ഇത് പറഞ്ഞ് കളിയാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലോട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എനിക്ക് നിങ്ങളോട്, ഈ ഹാളിനകത്ത് വന്നിട്ടുള്ള നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ലൈഫ് എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് നമുക്ക് ഒരു ബാധ്യതയെ ആവരുത്. പല ആൾക്കാരും ചിന്തിക്കുന്നത് എന്താ അറിയോ? എനിക്ക് എന്റെ ജീവിതം അങ്ങനായി, എന്റെ ജീവിതം എങ്ങനായി, ഈ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് എനിക്കൊന്നും ആവാൻ പറ്റില്ല, ആ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് എനിക്കൊന്നും ആവാൻ പറ്റില്ല, ഇങ്ങനെ ഒരാളെ കിട്ടിയത് കൊണ്ട് എന്റെ ജീവിതം നശിച്ചു പോയി. പല ആൾക്കാരും പറയുന്ന കാര്യമാണ്. ഭാര്യയോട് ഭർത്താക്കന്മാർ പറയുന്ന കാര്യമാണ്, നിങ്ങൾ എന്ന് കെട്ടിയോ അന്ന് മുതൽ എന്റെ കഷ്ടകാലമാണ്. എന്റെ അച്ഛനും അമ്മയും വിദേശത്തേക്ക് പോകുന്നതാണ്. ഇന്നും ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. മുറിവ് ഉണങ്ങണമെങ്കിൽ 100 രാജ്യങ്ങൾ എനിക്ക് ചുറ്റി കാണണം. അതെന്റെ വലിയ പെണ്ണാണ്, വലിയ പെണ്ണാണ്. കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിൽ 27 രാജ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്റെ അച്ഛനും അമ്മയും 2-3 വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റി. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ അറിയോ? ഓരോ സാധനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ കിട്ടാത്തതുണ്ടെങ്കിൽ അത് മുഴുവൻ നേടിയിട്ടേ ചാവാൻ പാടുള്ളൂ. അതിന്റെ പേരാണ് ലൈഫ്. അത് നേടുന്നു. സാർ പവർ പോയിന്റ് റെഡിയാണ്. ജസ്റ്റ് കുറച്ച് വിഷ്വൽ കാണാം. ധാരാളം മനസ്സിലായ? ഞാൻ തന്നെ ഇത് ഞാൻ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഫോട്ടോ ഇല്ല. ഈ ബിസിനസ് തുടങ്ങുമ്പോഴുള്ള രൂപമാണ് ഇത്. അപ്പൊ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇത് മൈലേജിൽ വന്ന ശേഷം ഒറിജിനൽ ഇതാണ്. കുറച്ച് കളറൊക്കെ കൂട്ടിയിട്ട് എഡിറ്റ് ചെയ്ത സാധനങ്ങൾ മാത്രമാണ്. പക്ഷെ ഇവിടെ നിന്നുള്ള ഒരു പ്രയാണം ഉണ്ടല്ലോ, അത് നീണ്ട പ്രയാണമല്ല. അതാണ് നമുക്ക് ആവശ്യം. നിങ്ങളൊരു ലീഡറെ സ്റ്റേജിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും, സ്റ്റേജിൽ സംസാരിക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. അവരുടെ ജീവിതമൊക്കെ രക്ഷപ്പെട്ടല്ലോ എന്ന് നമുക്ക് തോന്നാറുണ്ടാവാം. എന്നെ സംബന്ധിച്ച് മൈലേഷ്യയിൽ വിജയിക്കുന്ന ഒരാള്, വിജയിച്ച ലീഡേഴ്സ് ഇന്ന് ചെയ്യുന്നത് നോക്കി പഠിക്കരുത്. നിങ്ങളുടെ സ്റ്റേജിൽ ആ ലീഡർ എന്ത് ചെയ്തു എന്ന് ചോദിച്ച് നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതേ ലീഡർ. ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ്. ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഷർട്ടൊക്കെ കണ്ടോ? നല്ല മേച്ചല്ലേ?
ബന്ധുക്കളുടെ ഒക്കെ കടം വാങ്ങിയിട്ട് ഇടുന്ന ഷർട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ജോഡി എടുത്ത് തരുള്ളൂ, അത്രയേ ഉള്ളൂ. ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഒരു ജോഡി. അത് കീറിയാലും അത് തന്നെ, ഓട്ട വന്നാലും അത് തന്നെ, പഴകിയാലും അത് തന്നെ. എന്റെ അമ്മാവന് ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് തരും. അത് ഇങ്ങനെ എടുത്തു വെക്കും കല്യാണത്തിലേക്ക് പോകുമ്പോഴാണ്. അപ്പൊ എന്താ ചെയ്യാ, ഒരു ജോഡി ഡ്രസ്സ് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ബന്ധുക്കളുടെ അടുത്ത് വാങ്ങിക്കും. എന്റെ അച്ഛൻ അറിയാതെയാണ്. അച്ഛൻ വരുന്ന സമയത്ത് ബന്ധുക്കൾ തരുന്ന ഷർട്ടൊക്കെ കെട്ടി മാറ്റി വെക്കും. അച്ഛൻ ഇഷ്ടമല്ല ആരെങ്കിലും പഴയ തുണി വാങ്ങി ഇടുന്നത്. അച്ഛൻ പോയി കഴിഞ്ഞാല് പിന്നെ ബന്ധുക്കളുടെ ഷർട്ടൊക്കെ അങ്ങനെ. എന്റെ വേറൊരു ബന്ധുവിടെ ഷർട്ടാണ് എന്റെ വീട്ടിലെ പശു. ഇപ്പോഴേ വീട്ടില് എനിക്ക് 2 ആൺമക്കളാണ്, 2 പയ്യന്മാർ. ഒരാള് 13 വയസ്സ്, വേറൊരാള് 11 വയസ്സ്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാല് ഡ്രസ് ഊരി ഈ പാന്റ് കാലോണ്ട് ചുറ്റി അങ്ങനെ മൂലയ്ക്ക് എറിയുമ്പോ തോന്നും ഇതൊന്നും കിട്ടാതെ പല വർഷങ്ങൾ കാത്തിരുന്നതാണെന്ന്. നമുക്കത് പറയാൻ പാടില്ലല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ വലിച്ചെറിയല്ലേ, ഒരു സ്ഥലം വെക്കി, ആ സ്ഥലത്തില് ഇടുന്നുള്ളത്. അപ്പൊ അവർക്ക് 30 ജോഡി ഉണ്ടെങ്കിലും അവർക്കൊന്നും തികയില്ല. പക്ഷെ 2 ജോഡി കൊണ്ട് ഒരു വർഷം തള്ളി നിൽക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ സമയത്തുള്ള ഫോട്ടോ ഉണ്ട്. ഇതാണ് എന്റെ വീട്, അച്ഛൻ, അമ്മ. ഇതാണ് ഞങ്ങളുടെ കുടുംബം. മൈലേഷ്യയിൽ വരുന്ന സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. അനുജത്തി, എന്റെ ജ്യേഷ്ഠൻ, അച്ഛൻ, അമ്മ. ഇതായിരുന്നു ഞാൻ തിരുപ്പൂരിൽ ചെയ്ത ജോലി. ബനിയൻ തുണികളിൽ പ്രിന്റിങ് ചെയ്ത ജോലി. ഞങ്ങൾ താമസിച്ച വീട് ആ ലാസ്റ്റ് നീല ഡ്രം വെച്ചതായിരുന്നു ഞങ്ങളുടെ താമസിച്ച വീട്. ഇവിടെ നിന്നാണ് ഈ ബിസിനസിന്റെ തുടക്കം. ആ ലാസ്റ്റ് അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ വീട് എന്ന് പറയാൻ പറ്റില്ല, അതിൽ വേറെ ആരും താമസിക്കുന്നത്. ഇപ്പോൾ അപ്പൊ ഹൗസ് ഓണറിനെ സന്തോഷമായിട്ട് എടുത്ത ഫോട്ടോ ആണ്. ഞങ്ങൾ 5 പേര്. രണ്ടാമത് മൈലേഷ്യയിൽ കുറച്ച് സമ്പാദിച്ചപ്പോൾ ഒരു അത്യാവശ്യം നല്ല വീട്ടിലോട്ട് മാറി. തിരുപ്പൂരിൽ താമസിക്കാണ് ഈ ബിസിനസ് ചെയ്തത്. ഞങ്ങൾ ഈ 5 പേരാണ് അന്ന് ഒരു ചെറിയ റൂമിൽ താമസിച്ച് ഫീൽഡ് വർക്ക് ചെയ്യാൻ പോവുക. 5 പേരും എല്ലാവരും പാവപ്പെട്ട വീട്ടിലെ ആൾക്കാർ തന്നെയാണ്. നാളെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഈ ബിസിനസ് കിട്ടിയപ്പോ എല്ലാവരും പട്ടുപിടിച്ച പോലെ ഓടിയിട്ടില്ല. ഞങ്ങൾ എല്ലാവരും രാവിലെ തന്നെ പനിയന്റെ ജോലിക്ക് പോകുന്ന പോലെ ഫീൽഡിൽ പോകും. വൈകിട്ട് വരുമ്പോൾ പല ആൾക്കാർക്ക് ബിസിനസ് ഉണ്ടാവില്ല. പല സമയത്ത് ബിസിനസ്, ആഴ്ചകളിൽ ബിസിനസ് ഉണ്ടാവില്ല, വരുമാനം ഉണ്ടാവില്ല. വൈകിട്ട് വന്നിട്ട് എല്ലാവരും വിഷമത്തോടെ ഇരിക്കും. എന്ത് ചെയ്യും, നമ്മൾ ഇറങ്ങി തിരിച്ചല്ലോ, എന്ത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞങ്ങളുടെ ലീഡർ മോഹൻ സാർ പറയും, ചത്താലും വിടാൻ പാടില്ല ഈ ബിസിനസ്സിനെ, ഒരു ദിവസം നമ്മൾ രക്ഷപ്പെടും. ആ വാക്കാണ് ഞങ്ങളെ ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്തിയത്. വീട്ടിലെ കണ്ടീഷൻ ഇതാണ്. രാവിലെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടില് രാവിലെ ചോറ് വയ്ക്കും. ആരൊക്കെ വൈകിട്ട് വരും, ഉച്ചയ്ക്ക് വരുമെന്ന് അറിയില്ല. വർക്കിനനുസരിച്ച് ചിലപ്പോൾ വൈകിട്ട് വരും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരും, ചിലപ്പോൾ വരില്ല. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരുള്ളൂ. ഈ 5 പേരില് ആദ്യം നിൽക്കുന്ന വ്യക്തി ഗ്ലോബൽ ടീം കോർഡിനേറ്റർ ആണ്, മിസ്റ്റർ മണികണ്ഠൻ. രണ്ടാമത് നിൽക്കുന്ന ആള് വേൾഡ് ടീം കോർഡിനേറ്റർ മിസ്റ്റർ ഗണേഷ്. മൂന്നാമത് നിൽക്കുന്നത് ഞാനും. വൈറ്റ് ഷർട്ട് ഇട്ട ആളാണ് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മോഹൻ സാർ, ഞങ്ങളുടെ ദൈവം. 4ാമത് നിൽക്കുന്നത് എന്റെ കൂട്ടുകാരൻ. ഈ 5 പേരും ഇന്ന് ഈ പ്രീമിയം കാറിൽ ആ 5 പേരും അവർ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് സ്ക്രീനിൽ. ഇതെന്തുകൊണ്ട് അങ്ങനെ പറയണമെന്നറിയാം. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഇതിൽ സക്സസ് ചെയ്യാൻ പറ്റില്ല, ഇതിൽ ജയിക്കാൻ പറ്റില്ല, ഇതൊന്നും നടക്കാത്ത കാര്യമാണ്, ഇതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന് ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ മനോജിന് ഇതൊക്കെ പറ്റുവാണെങ്കിൽ ഈ ഹാളിനകത്ത് വന്നിട്ടുള്ള എല്ലാവർക്കും നാണം കൊണ്ടോ, നമ്മുടെ മടി കൊണ്ടോ, നമ്മുടെ പേടി കൊണ്ടോ നമ്മൾ രക്ഷപ്പെടില്ല. അത് നമ്മളെ വളർത്തില്ല, രക്ഷപ്പെടുത്തില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മടി കാരണം ജീവിതത്തിൽ വിജയിച്ച ആൾ? ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? കാണില്ല. പേടി കൊണ്ട് ജീവിതത്തിൽ വിജയിച്ച ആൾ കാണാൻ പറ്റുമോ? ഇല്ല. നാണം കൊണ്ട് രക്ഷപ്പെട്ട 2 ആള് എന്താ? എന്നാൽ ലൈഫിൽ ധൈര്യം കൊണ്ട് വിജയിച്ച കോടാനുകൂടി ആൾക്കാരെ കോടിക്കണക്കിന് ആൾക്കാരെ കാണുന്നത്. അപ്പൊ നമുക്ക് വിജയിക്കേണ്ട ആവശ്യം എന്താ വേണ്ടത്? ധൈര്യം. ആ ധൈര്യം ഉണ്ടായാൽ ബാക്കി പിന്നെ നോക്കാം.
തമിഴിൽ ഒരു കമലഹാസന്റെ സിനിമയിൽ പ്രശസ്തമായിട്ട് ഡയലോഗുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ അപ്പുറം പാത്തികളാണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? വരുന്നത് വരട്ടടാ, അത് അപ്പം നോക്കാനുള്ള ധൈര്യമുള്ളവരെ 5 പേരാണ് ഞങ്ങൾ ബിസിനസ് സമ്പാദിച്ചു വാങ്ങിയ ആദ്യത്തെ വാഹനം ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ, ഒരു മാരുതി 20 കാറ്. ഇതിന്റെ പിന്നിലൊക്കെ വലിയ സ്റ്റോറികൾ ഉണ്ട്. അത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സ്പീഡായിട്ട് പോകണം. കാരണം ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുമ്പോഴേ വീട്ടിൽ ഭയങ്കര എതിർപ്പായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഞാൻ ബിസിനസ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ടീമിൽ സെറ്റ് ആവുന്നില്ല. നിങ്ങൾ ഇത്രയും വലിയ സ്ക്രീനിലൊക്കെ കണ്ടില്ലേ, എനിക്ക് ഈ ബിസിനസ് തുടങ്ങിയിട്ട് ആദ്യത്തെ വരുമാനം വരാൻ 9 മാസം കാത്തിരുന്നതാണ് ഞാൻ. എത്ര മാസം? 9 മാസം 1 രൂപ ഇല്ലാതെ, രാത്രി പകലില്ലാതെ പങ്കെടുത്തിട്ട് ഞാൻ ഈ ബിസിനസ്സിൽ. എന്നാൽ ഞാൻ ആരെയും കാണാതെയല്ല, സംസാരിക്കാതെയല്ല, പക്ഷെ എനിക്ക് ബിസിനസ് വരുന്നില്ല, എന്ത് ചെയ്തിട്ടും വരുന്നില്ല. ബനിയൻ കമ്പനിയിലെ 32 ആൾ വരുന്ന പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ബിസിനസ് കയറിയത്. ഒരാൾ വന്നില്ല എന്ന് മാത്രമല്ല, ഡെയിലി കളിയാക്കല. കാരണം ഞാൻ വായ തുറന്നാൽ ലക്ഷം കൂടിയേ പറയുള്ളൂ. അത് കേൾക്കുമ്പോൾ തന്നെ അവിടെ കളിയാക്കൽ തുടങ്ങും. ഞാനാണ് ആ ബനിയൻ കമ്പനിയിൽ ഏറ്റവും ലാസ്റ്റ് അവസാനം ജോലിക്ക് ചേർന്ന ആളാണ്, ഞാൻ ഹെൽപ്പർ. അപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തിട്ട് വരണമെങ്കിൽ ദാ കോടീശ്വരാ ആ ഡപ്പ എടുത്തിട്ടോ. അപ്പൊ നമ്മൾ പോയിട്ട് ആ ഡപ്പ എടുത്തുകൊണ്ട് കൊടുക്കും. എടാ കോടീശ്വരാ ആ ചുറ്റി എടുത്തിട്ടോ. അപ്പൊ നമ്മൾ കൊണ്ടുപോയിട്ട് ആ ചുറ്റി എടുത്തു കൊടുക്കും. എന്താണെന്നറിയില്ല, ഇവരൊക്കെ കോടീശ്വരാന്ന് വിളിക്കുന്നതോറും ദൈവം കേട്ടെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് കളിയാക്കലുകളാ ദിവസം. ഞാന് എന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരാള് വന്നു കഴിഞ്ഞാൽ അവൻ ചത്തു നടത്താം. അന്നത്തെ ദിവസം ഒരാളെയൊന്നുമില്ല. ബിസിനസ്സിൽ വന്ന ശേഷം ഞാൻ ചാടിക്കയറി എല്ലാവരോടും പറയും. അതുവരെയാണ് എനിക്ക് ഈ മടി നാണം ഉണ്ടായിരുന്നു. പക്ഷെ ബിസിനസ്സിൽ വന്ന സമയത്ത് എനിക്ക് ആ മടി നാണം ഒക്കെ പോയി വട്ടളകിയ പോലെ ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് നടുറോഡാണോ ബസ് സ്റ്റോപ്പാണോ അതെനിക്ക് വിഷയമേ അല്ല. അതാണ് ബിസിനസ് വരാത്തതിന്റെ കാരണം. നിങ്ങൾ ചേരുന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഈ നടുറോഡില്, റോഡ് സൈഡ്, ചായക്കടയില്, ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും ബിസിനസ് സംസാരിക്കാൻ പാടില്ല. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ കണ്ണിന് മുമ്പിൽ പരിചയമുള്ള ആളെ എന്നെ നോക്കി തിരിച്ചു കഴിഞ്ഞാൽ അവിടെ എനിക്ക് പ്ലാൻ പറയും. പല കൂട്ടുകാരും എന്നോട് കരഞ്ഞിട്ടുണ്ട്, മനോജ് ഒന്ന് വിടടാ, ഇതേ കാര്യമല്ലേ നീ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറയും അത് കഴിഞ്ഞ ആഴ്ച, ഇത് ഈ ആഴ്ച കേക്ക്. അവിടെ എനിക്ക് വീണ്ടും പ്ലാൻ പറയും. അങ്ങനെ 9 മാസം തിരിഞ്ഞു നോക്കിയപ്പോ എന്റെ ടീമിൽ ഒരാളും ഇല്ല. എന്റെ ബനിയൻ കമ്പനി തന്നെ 2 ഗ്രൂപ്പായി പിരിഞ്ഞു. ഒരു ഗ്രൂപ്പ് മനോജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ്, വേറൊരു ഗ്രൂപ്പ് മനോജിനെ കളിയാക്കുന്ന ഗ്രൂപ്പ്. ഇത് തെരഞ്ഞു നോക്കിയപ്പോ അതിശയം എന്താ അറിയോ, മനോജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പിൽ ഒരാളെ ഉള്ളൂ, അത് ഞാൻ മാത്രമേ. ബാക്കി 42 കളിയാക്കുന്ന ഗ്രൂപ്പാണ്. ആ സമയത്ത് ഒരു ദീപാവലി വന്നു, മെയ് മാസം. ഞാൻ പറഞ്ഞു ക്യൂവിൽ എല്ലാവരും നിൽക്കും. മാനേജറിന്റെ ക്യാബിനകത്ത് പോയിട്ട് ബോണസ് വാങ്ങും. അപ്പൊ പേര് വിളിക്കുമ്പോൾ പോവുക ചെയ്യാം. അങ്ങനെ എല്ലാവരുടെയും പേര് വിളിച്ചു, എന്റെ പേര് വിളിച്ചില്ല. എന്റെ പേര് വിളിക്കാതിരുന്നപ്പോൾ എല്ലാവരും പോയപ്പോൾ ഞാൻ ക്യാബിനിൽ കയറി മാനേജറോട്, സാർ എന്റെ പേര് വിളിച്ചില്ല, നിന്റെ പേര് എന്തിനാ വിളിക്കണം? അല്ല സാർ ബോണസ്, കാരണം വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന ബോണസ് കണക്ക് കൂട്ടിയിട്ട് പല കാര്യങ്ങളും അപ്പുറത്ത് നമ്മൾ ചെയ്തു വയ്ക്കും. ബോണസ് കിട്ടിയില്ല, നിനക്ക് എന്തിനാ ബോണസ്? സാർ എനിക്ക് ബോണസ് വേണ്ടേ, നീ കോടീശ്വരനല്ല, നിനക്ക് ബോണസ് തരണ്ടെന്ന് ഓണർ പറഞ്ഞു. ഓണർ പറഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് ബോണസ് തരണ്ടെന്ന് ഓണർ പറഞ്ഞു, നിനക്ക് ബോണസ് ഇല്ലേ? ഞാൻ പറഞ്ഞു സാർ 1 വർഷം ജോലി ചെയ്ത ആൾക്ക് ബോണസ് കൊടുക്കണ്ടേ, എനിക്ക് ബോണസ് ഇല്ല, നീ ഇതിന്റെ പേരിൽ നിർത്തി പോകണമെങ്കിൽ പോയിക്കോ. കാരണം ഞാൻ നിർത്തി പോകാനായിട്ട് ഞാൻ പറഞ്ഞതാണ്. അന്ന് ഞാൻ 1/2 മണിക്കൂർ അവിടെ നിന്ന് കരഞ്ഞു. കാരണം 2500 രൂപ കിട്ടുള്ളൂ. പക്ഷെ ആ 2500 രൂപയ്ക്ക് 5000 രൂപയുടെ കാര്യങ്ങൾ അപ്പുറത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ നിന്ന ശേഷമാണ് ഞാൻ ആ കമ്പനിയിൽ നിന്ന് പുറത്തു പോയത്. അവസാനമായിട്ട് ആ കമ്പനിയുടെ ഗേറ്റ് കാലിടത്ത് നിൽക്കുന്ന സമയത്ത് ഒരു തീരുമാനം ഞാൻ എടുത്തു, തിരിച്ച് ഈ ബനിയൻ കമ്പനിയിലേക്ക് വരുമ്പോ ജയിച്ചിട്ടേ മനോജ്. പിന്നെ ഞാൻ ആ ബനിയൻ കമ്പനിയിലേക്ക് പോണത് 6 വർഷം കഴിഞ്ഞിട്ടാണ്. 6 വർഷം കഴിഞ്ഞിട്ട് എപ്പോഴറിയോ, എന്റെ BMW കാർ വാങ്ങിയിട്ട് ആദ്യമായിട്ട് പോയി.
വേണമെന്നില്ല. ഉള്ളിൽ മുതൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയല്ലേ, അത് നീറണമെന്നുണ്ട്. എന്നിട്ട് എന്റെ മാനേജറിന് കൊണ്ടുപോയിട്ട് ലഡുവിന്റെ പാക്കറ്റ് തുറന്നിട്ടൊന്ന് കഴിക്ക് സാറേ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ കഴിക്കുമ്പോൾ വരുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു പ്രാവശ്യം എനിക്ക് അനുഭവിച്ചേ അറിയുള്ളൂ. കാരണം ഈ കാറ് വാങ്ങാൻ ആരും കൂടി കാരണം എന്റെ മാനേജർ കൂടിയ കാരണം. ബോണസ് തരാൻ പറ്റില്ല, പുറത്തു പോകാൻ പറഞ്ഞത്. അങ്ങനെ ഓരോന്നും ഓരോ അനുഭവം കൊണ്ടല്ലേ എനിക്ക്. നാട്ടുപുറത്തിലെ എല്ലാ ആൾക്കാരും കളിയാക്കിയിട്ടുണ്ട് എന്റെ അമ്മയെ. എനിക്ക് പാടത്ത് പണിക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ ഈ ബിസിനസ് കൊണ്ട് നിർത്തുന്നു പറഞ്ഞിട്ട് ഈ സമയത്ത് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യാം. ബിസിനസ് തരുന്നില്ല, ടി വി കയറുന്നില്ല. ടി വി കയറിയല്ലേ കമ്പനി കാശ് തരുള്ളൂ അല്ലേ? ടി വി കയറണ്ടേ, ആൾക്കാർ ബിസിനസ്സിൽ വരണ്ടേ? എല്ലാവർക്കും സംശയം, ഇത് നടക്കില്ല, നമുക്ക് തന്നെ പേടി വരാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ വന്ന് അവിടെ സമാധാനമില്ല. അമ്മ ഒരു സൈഡിൽ നിന്ന്, അച്ഛൻ ഒരു സൈഡിൽ നിന്ന്. അമ്മ പറയും, നിങ്ങൾ ആരെങ്കിലും രണ്ടുപേരും ഫുൾ ടൈമായി, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ജോലിക്ക് പോകും, ഒരാൾ ഈ ബിസിനസ് ചെയ്യും. അപ്പൊ അത് കേട്ടില്ല, അത് പറ്റില്ല, രണ്ടുപേരും ഇതേ ചെയ്യും. അവസാനം എൻ്റെ അമ്മ പറഞ്ഞത്, നാട്ടിലേക്ക് പണിക്ക് പോകാൻ പറ്റാതായി. കാരണം കൂടെ പണിക്ക് വരുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരിങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി. എന്റെ മക്കളെ രണ്ടും കൂടെ നെറ്റ്വർക്ക് പറഞ്ഞിങ്ങനെ നടക്കുക. നാളേക്ക് ഇതൊന്നും നടക്കാതെ പോയി കഴിഞ്ഞാൽ അമ്മമാർ നടുറോഡിലാവില്ലേ? അവസാനം ഈ മക്കളെ കൂടി നീ പറ്റിനി വരും എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ കളിയാക്കി ഒരുത്തിനെങ്കിലും ജോലിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് അമ്മയോട് പറഞ്ഞത്, അമ്മ ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കിയത് ഞങ്ങളാണ്, ഇതിന്റെ ട്രെയിനിങ് എന്താണെന്ന് പഠിച്ചത് ഞങ്ങളാണ്. അതുകൊണ്ട് ഈ ബിസിനസ്സിൽ വളരെ വന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ മക്കൾ വിജയിച്ചു വരും, നോക്കിക്കോ എന്നുള്ള ഉറപ്പ് അമ്മയ്ക്ക് കൊടുത്തിട്ട് എന്റെ അമ്മ ഇപ്പോഴും പണിക്ക് പോകും, ഇപ്പോഴും പണിക്ക് പോകുന്നതാണ് എന്റെ അമ്മ. 68 വയസ്സായി. പക്ഷെ ആ പണിക്ക് പോകുന്നതൊക്കെ അടുത്ത ആൾക്കാരുടെ പാടത്തല്ല, എന്റെ അമ്മയുടെ പേര് എഴുതി കൊടുത്ത സ്വന്തം ഏതൊക്കെ പാടത്തിറങ്ങി എന്റെ അമ്മ പണിയെടുത്തോ ആ പാടങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കും. അതൊരു വാശിയാണ്. കാരണം പരമ്പത്ത് കൊണ്ടുപോയി കഞ്ഞി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം എന്റെ അമ്മ പണിയെടുത്ത പാടം ഏതാണെന്ന്. ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഏതൊക്കെ പാടത്തിറങ്ങി എന്റെ അമ്മ പണിയെടുത്തിട്ടുണ്ടെന്ന്. കൊടുക്കുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. കൊടുക്കുമെന്ന് പറഞ്ഞാൽ അപ്പക്കറി ഇന്ന് രാവിലെ കൂടെ അനീഷ് സാറായിട്ട് സംസാരിച്ചിരുന്നു. ഇഷ്ടംപോലെ പാടം കണ്ടങ്ങൾ വാങ്ങി വെച്ചിറക്കുക. ഇത്രയൊന്നും ഒരു മനുഷ്യന് ആവശ്യമില്ല. എന്റെ ചേട്ടനല്ല, മോഹൻ ചേട്ടൻ, ഒരു കാശ് വന്ന് ഇൻകം വന്നു കഴിഞ്ഞാൽ അപ്പൊ ആദ്യം പറയുന്നത് കണ്ടം വാങ്ങാം, ഒരു പാടം വാങ്ങാം. നാട്ടിലെ മുഴുവൻ കണ്ടങ്ങൾ വാങ്ങി വെച്ചിറക്കുക. അതിന് ഒരു ലാഭമില്ല. അറിയാലോ കൃഷി നടത്തുന്ന ആൾക്കാരുടെ നിങ്ങളുടെ അവസ്ഥ. ഒരു ലാഭമില്ല, എന്നാലും വാങ്ങും. ഒരു സംതൃപ്തി, അമ്മ പണിയെടുത്ത പാടല്ലേ വാങ്ങും. ബാക്കിയൊക്കെ പറ്റും. ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ? ജനങ്ങൾ രണ്ടും പറയും. ഇന്ന് അതേ നാട്ടുകാർ പറയുന്നു, പ്രസവിച്ചാൽ നിന്നെ പോലെ 2 മക്കളെ പ്രസവിക്കണോടി. അത് തീരുമാനം ആരുടേതായിരിക്കണം? നമ്മളുടേതായിരിക്കണം. 7 അല്ല 70 തലമുറ മാറ്റി. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു മാസത്തിൽ 1 കോടി രൂപയോളം വരുമാനം വന്നുകൊണ്ടിരിക്കാം. ബിസിനസിന്റെ തുടക്ക ദിവസങ്ങളിൽ 3ാമത് കാറ്, ഈ 3ാമത് കാറിന്റെ ചാവി വാങ്ങിക്കാനുള്ള ഭാഗ്യം കൊടുക്കുന്നത്. 4ാമത് കാറ് എന്റെ ഭാര്യ, 5ാമത് കാറ്. ഈ കാറ് വാങ്ങിച്ചിട്ട് ആദ്യത്തെ കാറ് പ്രീമിയം കാറ് ഇത് വാങ്ങിച്ചിട്ടാണ് അമ്പലത്തിൽ പോയിട്ട് ആദ്യം പോയത് എന്റെ പനിയൻ കമ്പനിയിലേക്കാണ്. ഞാൻ പണിയെടുത്ത കമ്പനിയിലേക്ക്. ഈ കാർ 7ാമത്തെ കാറ്. ഇത് കാറ് വാങ്ങുമ്പോൾ 2 ഫ്രീ കിട്ടിയതല്ല. എന്റെ 2 ആൺമക്കള്. ഇതാണ് ഇപ്പൊ എന്റെ ഫാമിലി. നേരത്തെ കണ്ടിരുന്നല്ലോ ആ ഫാമിലി ഒക്കെ ഡബിൾ ആയി. അനുജത്തി ഡബിളായി, ഞാൻ ഡബിളായി, ജ്യേഷ്ഠൻ ഡബിളായി. ഫാമിലി നേരത്തെ ഒരു വീട് കാണിച്ചിരുന്നല്ലോ, അതേ സ്ഥലത്ത് ആ വീട് മാറ്റിയിട്ട് അവിടെ പുതിയൊരു വീട് വന്നു. ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ പ്ലീസ്. ഓക്കെ
ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ലാപ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഇത്രയും മതി. ബാക്കി നേരിട്ട് വരുന്നവർക്ക് കാണാം. ഒറ്റപ്പാലത്തിന് അടുത്താണ്. ആരെങ്കിലും വന്നോ. ഞാൻ താമസിക്കുന്നത് ലോക അതിശയങ്ങൾ 7-ല് 5 കണ്ടു കഴിഞ്ഞു. മൈലക്ഷ്മി മാർക്കറ്റിംഗ് ബിസിനസ് ഈ 2 ബാക്കിയുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ? ഓരോ രാജ്യങ്ങളിലും പോയത് നമുക്കിതൊക്കെ നടക്കാത്ത കാര്യങ്ങളായിരുന്നു. വാശിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പോയി ഇതൊക്കെ അനുഭവിച്ചൊന്ന് വലിയ ആളായി കാണിക്കാനല്ല ഈ പിക്ചറുകൾ കാണിച്ചത്. ഇതേ സ്ഥലത്ത് നാളെ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ കാണിച്ചിട്ട് സംസാരം കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ പോയത് മലേഷ്യയിലേക്കാണ്. കല്യാണം കഴിയാത്തവർ ആരൊക്കെയാണ്? ഈ കഴിഞ്ഞവർ വിട്, ഇനിയിപ്പോ വേറെ വഴിയില്ല. കല്യാണം കഴിയാത്തവർ കോടീശ്വരനാവാതെ കല്യാണം കഴിക്കരുത്. സീരിയസ് ആയിട്ട് പറയാം. എന്റെ ലീഡർ എന്നോട് പറഞ്ഞ കാര്യമാണ്, കോടീശ്വരനായിട്ടേ കെട്ടാൻ പാടുള്ളൂ. അന്നെടുത്ത തീരുമാനമാണ് കോടീശ്വരനായിട്ട് കിട്ടുന്നത്. അക്കൗണ്ടിലേക്ക് എന്നാണോ ഒരു കോടി വന്നത് അന്നാണ് അച്ഛൻ അമ്മയോട് പറഞ്ഞത് ഇനി പെണ്ണ് നോക്കിക്കോന്ന്. കല്യാണം കഴിച്ച് പോയത് മലേഷ്യയിലേക്ക്. വേണ്ടേ? 2015 ഫാമിലി ആയിട്ട് മലേഷ്യയിൽ പോയത്. 2022 അച്ഛൻ അമ്മ. ഇത് മെക്കാവിൽ 7-star ഹോട്ടലിൽ താമസിച്ചത്. ചൈനയിൽ എന്റെ മക്കളല്ല സത്യമായിട്ട്. ചൈനയിലെ ഗ്രേറ്റ് വാളിന്റെ മുകളിൽ കയറി. ഇതെങ്ങനെയറിയോ? ഈ വാളില് നിങ്ങൾക്കറിയാലോ 8000 കിലോമീറ്റർ പോകുന്ന സാധനമാണ്. അതിലിങ്ങനെ പോകുമ്പോൾ മലകളുടെ മുകളിൽ കൂടെ കയറി പോകുമ്പോ എത്ര വേണമെങ്കിലും നമുക്ക് പോവാം. അപ്പോ ഞങ്ങൾ കുറെ പേര് സ്റ്റാർട്ട് ചെയ്തു നടക്കാനായിട്ട്. അവസാനം കുറെ പേര് പിന്തിരിഞ്ഞു പോയി, നടക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അതിന്റെ ടോപ്പിൽ കയറി 2 പേര് സഹായിച്ചാലേ മുകളിൽ കയറാൻ പറ്റും. എവിടെ അതിന് മുകളിൽ കയറണമെങ്കിൽ 2 പേര് സഹായിക്കണം. അതാ ടോപ്പിൽ. അപ്പൊ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് മത്സരിച്ച് കയറി, മുകളിൽ കയറി അതിന്റെ ടോപ്പ് കയറി ഇരുന്ന് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു ജയ് മൈലേഷ്യ. പറയണ്ടേ? കാരണം നമ്മളെ കയറ്റിയത് ആരാണ്? മൈലേഷ്യൻ കമ്പനിയാണ്. ഇന്ന് എന്റെ രക്തത്തിൽ ഓടുന്ന ഓരോ തുള്ളി ചോരയും മൈലേഷ്യയിൽ നിന്ന് സമ്പാദിച്ച കാശ് കൊണ്ട് പറ്റി. പുതിയ കോണ്ടസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, എല്ലാവരും വിൻ ചെയ്യണം കേട്ടോ. ഒരു പ്രാവശ്യം ഒരു വിദേശ ടൂറൊന്നും പോകുന്നില്ല, ഒറ്റ പ്രാവശ്യം. അതിന് ഏറ്റവും അവസരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ട് തായ്ലൻഡിൽ പോയ സമയത്ത് എടുത്ത ഫോട്ടോ ആണ് ഇത്. ഞങ്ങൾ 5 പേരും ഞങ്ങളുടെ ഫാമിലി. ഓക്കെ, ഇതിൽ ഒരു അമ്മച്ചി കാണാനുണ്ടോ? ഒരു ട്രൗസർ കൊടുത്തിട്ട് ഒരു റോസ് കളർ ടീഷർട്ട് കാണുന്നുണ്ടോ? അത് ഞങ്ങളുടെ കൂട്ടുകാരൻ മിസ്റ്റർ മണികണ്ഠൻ ചേട്ടന്റെ അമ്മയാണ്. ഞങ്ങളുടെ 5 പേരില് ഒരാളുടെ അമ്മയാണ്. അമ്മയ്ക്ക് വയസ്സ് 78 വയസ്സാണ്. തായ്ലൻഡിൽ കൊണ്ടുപോയി. അവിടെ പോയപ്പോ ഈ പട്ടയയില് പാരാഗ്ലൈഡിംഗ് ബോട്ടിൽ നിന്ന് അറിയാലോ, പോയവർക്ക് അറിയാം. ബോട്ടിൽ നിന്ന് നമ്മൾ പാരച്യൂട്ടിൽ കുറേ നേരം പറപ്പിച്ച്
കടലിലൊരു മുക്ക് മുക്കി തിരിച്ച് കുറേ ചുറ്റിയിട്ട് അതേ ബോട്ടിൽ തന്നെ കൊണ്ട് ഇറക്കി വിട്ടു. അപ്പൊ ഇത് കൊച്ചുങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അടങ്ങി ഒതുങ്ങി. ഇത് റീജിയണൽ ടീം കോർഡിനേറ്റർ ഇവരെല്ലാവരും എന്റെ ടീമിലെ റീജിയണൽ ടീം കോർഡിനേറ്റർ ലീഡേഴ്സാണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഇല്ലാതെ വീടാതെ കയറി ഇറങ്ങിയ ആളാണ്. പക്ഷെ 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത്രയും ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഇതാണ് എൻ്റെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ. എൻ്റെ ടീമിലുള്ള ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റേഴ്സ് എല്ലാവരും ഒരമ്മയുടെ വയറ്റിൽ പിറന്ന സഹോദരന്മാരെ പോലെ കാണും. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങളുടെ ലീഡറായിട്ടും നിങ്ങളുടെ അസോസിയേറ്റ് ആയിട്ടും നല്ല ബന്ധത്തോടെ കഴിയുക. റിലേഷൻഷിപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ്. അത് നിങ്ങളെ വിജയിപ്പിക്കും. അത് വിടാൻ പാടില്ല. നല്ല ബന്ധത്തോട് കൂടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഉറക്കുകയാണ്. ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും എന്ത് സമയത്തും റെയിൽവേ ബിസിനസ് ചെയ്യാൻ വെള്ളി സാറിനോട് എനിക്കൊരു റിക്വസ്റ്റ്. വെള്ളി സാറിനോട് സാറിനോട് പറയണം, അടുത്ത വർഷം ഇതേ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എന്നെ ക്ഷണിക്കണം. ആ സമയത്ത് ഈ ഹാളിനകത്ത് വന്നുള്ള എല്ലാവരും ഷൂട്ട് ഇട്ട് സ്റ്റേജിൽ കാണണം. അതിന്റെ ആഗ്രഹമാണ്. എല്ലാവരും തയ്യാറാണോ?